ആദ്യമായി അല്ലാഹു തആല മനുഷ്യർക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നോക്കുക നമ്മള്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം. നിങ്ങൾക്ക് ഈ വെള്ളിമാട് കുന്നിലെ ഇടത്തെ സൈഡ്, റോഡിന്റെ ഇടത്തെ സൈഡിലും മറ്റേ സൈഡിലും എല്ലാ ബിൽഡിങ്ങും നിങ്ങളുടെയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളിൽ ഒരാളുടെ. അതുപോലെ നിങ്ങൾക്ക് വേറെയും പല ഭാഗത്തും പല സമ്പത്തുകളുണ്ട്, സ്വത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രാവിലെ സുബഹി ബാങ്ക് നിസ്കരിച്ച സമയത്ത്, ബാങ്ക് വിളിച്ച സമയത്ത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മുതലോട്ടം എന്ത് കാര്യമാണ്? ഇനി വേറൊരാൾ, അയാൾ വാടക വീട്ടിലാ താമസം. ഓരോ മാസവും വാടക കൊടുത്ത് താമസിക്കുകയാണ്. അയാൾക്ക് കെട്ടിക്കാൻ പ്രായമായ 2-3 മക്കളുണ്ട്. ഭാര്യ രോഗിയാണ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹം രാവിലെ സുബഹി ബാങ്ക് വിളിച്ചാൽ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ച തൊട്ടടുത്തുള്ള ചായപ്പൊടി പോയി ഒരു ചായ ഒരു കഷ്ണം ഫുഡും തിന്നാൽ ഇതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവേണ്ട മക്കളെ. കുറെ സമ്പത്തുണ്ടാവലല്ല, അതിലേറെ പ്രധാനപ്പെട്ട സാധനമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അടാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്താണ്? അല്ലാഹുവോട് എനിക്ക് ചോദിക്കണം, അതിന് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഗതി എന്താണെന്ന് പറഞ്ഞു തരണം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ അറിയോ? സലിൽ ആഫിയ. അല്ലാഹുവോട് ആഫിയത്തിനെ ചോദിച്ചോ. അപ്പൊ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം. പക്ഷേ ഈ അല്ലാഹു അടിമക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ മൂല്യം ഞാനടക്കം ഒരു മനുഷ്യനും മനസ്സിലാവില്ല. എപ്പോൾ ആ അനുഗ്രഹം ആ മനുഷ്യന്റെ ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ. ഒരു ഉദാഹരണം പറയാം. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് തുടങ്ങുന്നത് വരെ കാലിന്റെ മുട്ട് മടക്കാനും നോക്കാനും കഴിയാന്നുള്ളത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലാവില്ലേ? കാൽമുട്ട് യഥേഷ്ടം മടക്കാനും നിർത്താനും കഴിയുന്നത് അള്ളാഹു എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് എന്ന് കസേരയിൽ ഇരിക്കുന്നത് വരെ ഓർമ്മ ഉണ്ടാവില്ല. കസേരയിൽ ഇരിക്കുന്നത് തുടങ്ങിയാൽ ശരിക്കും ഓർമ്മ ഉണ്ടാവും. ഇതുവരെ എനിക്ക് അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമായിരിക്കും. ഈ അതിന് ബാക്കി അപ്പൊ അല്ലാഹു തആല മനുഷ്യർക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാകുന്നു ആരോഗ്യം. നമുക്ക് സമയം കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പറയാം. രണ്ടാമത്തെ അനുഗ്രഹമാണ് സമ്പത്ത്, മുതല്. അതൊന്നും ഇപ്പൊ നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. മൂന്നാമത്തെ ഒരു അനുഗ്രഹമാണ് ഈ ഇരിക്കുന്ന നമ്മളെ മക്കള്. ഇനി പെണ്ണുങ്ങളാണ്. ഈ മക്കള് നമ്മുടെ വീട്ടിൽ 1, 2, 3 അവിടെ ഇവിടെ ഇങ്ങനെ കാൽമ തടഞ്ഞതുകൊണ്ട് ഇതിന്റെ മൂല്യം എന്താന്ന് നമുക്കറിയില്ല. നമ്മളെ വീട്ടിൽ 1, 2, 3 മക്കൾ ഉള്ളത് കൊണ്ട് മക്കൾ എന്ന അനുഗ്രഹത്തിന്റെ മൂല്യം നമുക്കറിയില്ല. അതറിയണമെങ്കിൽ ആരോട് ചോദിച്ചാൽ മതിയെന്ന്. കല്യാണം കഴിഞ്ഞ് 8, 10, 20 കൊല്ലം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാരെ കാണാത്ത ദമ്പതികളോട് ചോദിച്ചാൽ ഓര് പറഞ്ഞു, ഓര് പറയേണ്ട അവരെ കണ്ണ് കൊണ്ടും. അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമായ ഒരു കുഞ്ഞിനെ ഒരു ദമ്പതികൾക്ക് അവ കൊടുത്തിട്ടുള്ളൂ. അതെന്തോ അപകടത്തിൽപ്പെട്ട് മരിച്ചു നിൽക്കുക. വേറെ ആ ദമ്പതികൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന് സങ്കല്പിക്കുക. അപ്പൊ നല്ല ഓർമ്മ ഉണ്ടാവും അല്ല ചെയ്ത അനുഗ്രഹത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം വില മതിക്കാനാവാത്തതാണ്. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞത്, വഇൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, മരണം വരെ നിങ്ങൾ എണ്ണിയാൽ പോലും
നിങ്ങൾക്ക് അത് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പൊ അല്ലാഹു തആല ഈ അനുഗ്രഹങ്ങളൊക്കെ എന്തിനാണ് മനുഷ്യന് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. എന്തിനാ മക്കളെ? നിസ്കരിക്കാനാണ്, നോമ്പ് എടുക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞ് അത് അതിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ്. അല്ലാഹു തആല ഒരു അടിമയ്ക്ക് ഒരു അനുഗ്രഹം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതിനൊരു ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉള്ളതാണ്. ബോർഡൊന്നും ഇട്ടാൻ കഴിയൂല, തൽക്കാലം കഴിയില്ല. ആവട്ടെ, നടക്കട്ടെ. ഞങ്ങൾക്കൊരു ബാഗും അല്ല, ക്ലാസ്സും അല്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. എഴുതുപോയിട്ട് ഓടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത് എന്തിനാണ് എന്നതിന് വ്യക്തമായ തെളിവ് എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പരിശുദ്ധ പൊട്ടി കഴിയില്ല. പരിശുദ്ധ മക്കളൊക്കെ നല്ല മക്കളാണ്. കാരണം കുട്ടികളെ കണ്ടാൽ അറിയാം മദ്രസന്റെ നിലവാരം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരൊറ്റ വാചകം മാത്രം മതി അല്ലാഹു തആല അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹം അത് എന്തിന് എന്നത്. ഡോക്ടർ കാശ്മീർ തോളിന് ഞാൻ ഇവിടെ ഒരു വാക്ക് കേൾക്കുന്നത് കുട്ടികൾക്ക് എന്താണ്? സമ്മാനം വായിക്കുന്നവർക്ക് എന്താ വായിക്ക? എന്നാണ് വായിക്കത്. ഖുർആനിലുള്ളതാണ്. ഇത് ആര് പറഞ്ഞതാണെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. എപ്പോ പറഞ്ഞതാണെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരു സിംഹാസനമുണ്ട്. അടച്ചിട്ട കൊട്ടാരത്തിന്റെ ഉള്ളിലാണ് ഉള്ളത്. 2000 കിലോമീറ്റർ ദൂരെയാണ്. അത് എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ശക്തമാനായ ഒരു ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യരുടെ 10,000 മടങ്ങ് ശക്തിയുള്ളവരാണ്. അതിൽ ഏറ്റവും ശക്തമാനായ ഒരു ജിന്ന് പറഞ്ഞു, ഞാനത് ഉച്ചക്ക് മുമ്പ് കൊണ്ടുവരാം. രാവിലെയാണ് സംഭാഷണം നടക്കുന്നത്. ജിന്ന് പറഞ്ഞു ഉച്ചക്ക് മുമ്പ് കൊണ്ടുവരാം. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു പോരാ, അതിലും വേഗത്തിൽ കിട്ടണം. അപ്പൊ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഉസ്താദ് മോലിയര്, ആ മോലിയര് പറഞ്ഞ്, നബിയെ അത് കണ്ണ് ചിമ്പി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകമാണിത്. ഇത് എന്റെ രക്ഷിതാവായ അല്ലാഹു എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഇതേ നമുക്ക് ഓർമ്മയുള്ളൂ. ഇതിന്റെ ശേഷം വേറെ കുറച്ച് വാചകമുണ്ട്. ഇത് പഴയ കാലത്ത് നമുക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടാവും. നമ്മളൊരു പല ഉണ്ടാക്കും. എന്നിട്ട് കുടിക്കലിന്റെ തലേന്ന് കുടിക്കല് നല്ല വിടന്തോ വേറെ പറയുന്നത് അതിന്റെ തലേന്ന് കോഴിക്കോട്ടേക്ക് തന്നെ പോവാ, അല്ലെങ്കിൽ കുന്നമംഗലത്ത് എവിടെ പോയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരെ ചോദിച്ചു, എടാ നാളെ കുടിക്കലാണ്, പലരുടെ മുഖത്ത് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? പറയും ആദാമി പൊതുജനൊക്കെ ഉണ്ട്, 20 ഉറുപ്പിക ഉള്ളൂ എന്ന്.
അത് പെട്ടെന്ന് രണ്ട് ആണി അടിച്ചപ്പോൾ കൊണ്ടു. എന്നാൽ ഇതേ നമുക്ക് ഓർമ്മ ഉള്ളൂ. ഇതിന്റെ ശേഷം അതേ ആയത്തിന്റെ ബാക്കിയായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, എന്റെ രക്ഷിതാവായ അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണിത്. എന്തിനാണ് അല്ലാഹു തആല ഈ അനുഗ്രഹം ചെയ്തു തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. ആരാ പോയി പറയുന്നത്? ഒരു നബിയാ പറയുന്നത്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ അനുഗ്രഹം എനിക്ക് തന്നത്. അപ്പൊ ഞാൻ ചോദ്യങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്തു തരുമ്പോൾ, അഥവാ നമുക്ക് കുറേ സമ്പത്ത് ഉണ്ടാകുമ്പോൾ, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണോ വേണ്ടത്, ബേജാറാണോ വേണ്ടത്? സന്തോഷിക്കുക വേണ്ടത്? നിങ്ങളോട് ോട് ചോദിച്ചാൽ അപകടമാവും. സന്തോഷിക്കല്ല അതാണ് ഈ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ആറാമിൻ ഫദ്ലി റബ്ബി, എന്റെ രക്ഷിതാവായ അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണിത്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് പരീക്ഷണമാണിത്. അപ്പൊ ബേജാറല്ലേ വേണ്ടത്? ഇനി എന്താണ് പരീക്ഷണം? അതിന് ബാക്കിയുണ്ട്. ആറാമിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താണ് പരീക്ഷണം? അഷ്കുറു, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ? അം അക്ഫർ, അതോ ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ? പൂർത്തിയായി. അപ്പൊ നമുക്ക് അല്ലാഹു, എനിക്ക് ഇന്ന് ഈ കയ്യിന്റെ ചെറുവിരലിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി നീർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. എന്തിന്? എന്നെ പരീക്ഷിക്കാൻ. അപ്പൊ പിന്നെ കാലിന്റെ മുട്ട് മടക്കാനും നീർത്താനും കഴിയുന്നത് പിന്നെ പറയണോ? ഓടാൻ കഴിയുന്നത് പിന്നെ പറയണോ? അപ്പൊ നമുക്ക് തന്ന ഓരോ അനുഗ്രഹവും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു സാധാ ചോദ്യം ചോദിക്കട്ടെ, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ പരലോകമുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ആരും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറയുന്നത്, ഞാനെന്നല്ല, ആരും പറയുന്നതും അംഗീകരിക്കാതെ തന്നെ കഴിയുന്നത്. അത് വിശ്വാസത്തിലേക്ക് പിന്നെ പോട്ടെ, അതിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. അവിടെ ഇന്നതൊക്കെ നടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എല്ലാം കണ്ടുപോടില്ല. ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയില്ല, മാനേജ്മെന്റിന്റെ കണ്ണിലും പൊടിയില്ല, ഉസ്താദുമാരുടെ നമ്മളെ കണ്ണിലും പൊടിയില്ല, കുട്ടികൾക്ക് വേണമെങ്കിൽ ഉസ്താദിന്റെ കണ്ണിലും പൊടിയില്ല. പക്ഷേ കണ്ണുപൊടിയിൽ നടക്കാത്ത ഒന്ന് വരാനുണ്ട് എന്ന് 100% വിശ്വസിക്കുന്ന നമ്മൾ പിന്നെ എങ്ങനെയാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാതെ? ഇത് ചോദിക്കോലമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും പരലോകത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഓരോ ചലനവും നാളെ അപ്പ ചോദിക്കും. അത് ഉറപ്പായ സംശയമൊന്നുമില്ല. അപ്പോ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. നമ്മെ പരീക്ഷിക്കാനാണ് അല്ലാഹു തആല അതൊക്കെ ചെയ്തു തന്നത്. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കൾ. നമ്മളെ ചർച്ച അതിൽ മാത്രം ഒതുങ്ങുകയാണ്. ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പറയുന്നില്ല, സമ്പത്തിനെ കുറിച്ച് പറയുന്നില്ല, മക്കളെ കുറിച്ച് മാത്രം. അത് എപ്പോഴാ പോകുന്നത് അത് വരെ പറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു സമയം കൊണ്ട് പറഞ്ഞാൽ ഞാൻ കണക്കാക്കി നിങ്ങളോട് ചോദിക്കില്ല, ഓരോട് ചോദിക്കും, നിങ്ങളോട് ചോദിച്ചു അത്ര ആയിട്ട് തന്നെ ചോദിക്കുക എപ്പോഴാണ് നിർത്തുന്നത്. എന്താ പേര്? ആദം അലൈഹിസ്സലാം. നല്ല പേരാണ്. ആദ്യ മനുഷ്യനാണ്, പിന്നെ മനുഷ്യ പിതാവ്. എത്ര മണിക്ക് നിർത്തണം എന്ന് ചോദിച്ചോക്കെ. അപ്പൊ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരനുഗ്രഹമാകുന്നു ഈ മക്കൾ. ഈ മക്കളെ നമുക്ക് നൽകിയതിന് എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിന് നന്ദി ചെയ്യാം? അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നന്ദി ചെയ്യാ എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്ദാമു നിഅമില്ലാഹി ഫീ ത്വാഅത്തില്ലാഹ്,
ഇസ്തിഖ്ദാമു നിഅമില്ലാഹി ഫീ ത്വാഅത്തില്ലാഹ്. ഇതാണ് നന്ദി. എന്താ? ഇസ്തിഖ്ദാമു നിഅമില്ലാഹി, മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ചെലവഴിക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല ബർക്കത്ത് കേട്ടോ. ആ കേൾക്കുമ്പോ തന്നെ സന്തോഷം. നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞാൽ പോയാലും വേണ്ടില്ല. മറ്റേ ചെലവിലിട്ട് ചോദിക്കുമ്പോ പെട്ടെനിക്ക് അതോടെ നമ്മളെ എല്ലാ കുറിച്ചും ഞാൻ വേറെ ബുദ്ധിമുട്ടാക്കുക. പിന്നെ നിങ്ങൾ ഇരിക്കുന്ന നേരം വെറുതെ ആവില്ല. അത് ഞാൻ ഉറപ്പുവരാം. വെറുതെ അവിടെ പോയി കുറെ നേരം കളഞ്ഞെന്ന് പറയേണ്ടി വരൂല. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോ എന്താ ഞാൻ ലാസ്റ്റ് പറഞ്ഞു? ആ കുട്ടികൾ അനുഗ്രഹം അല്ലാഹു റയാൻ, ഹയാൻ, പേരാണ് മുഹമ്മദ് ഹയാൻ. അപ്പോ മക്കൾ എന്ന അനുഗ്രഹം എങ്ങനെയാണ് അതിന് നമ്മൾ നന്ദി ചെയ്യുക? ഇതാ ഞാൻ പറഞ്ഞത്. ഇസ്തിഖ്ദാമു നിഅമില്ലാഹി ഫീ ത്വാഅത്തില്ലാഹ്. അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹം അല്ലാഹുവിന് പൊരുത്തം ചെലവഴിക്കുക. അല്ലാഹ് നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യം അല്ലാഹുവിന് പൊരുത്തമുള്ളതിൽ ചെലവഴിക്കണം. അപ്പൊ ഈ മദ്രസയിലോ ബാദുഷാ സെന്ററിലോ മതപരമായ കാര്യങ്ങളിൽ എന്തുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കുക. അതിനാവശ്യമുള്ള സംഗതി ചെയ്തു കൊടുക്കുക. അവിടെ ആരോഗ്യത്തിന് നന്ദി ചെയ്യലാവുള്ളൂ. നിങ്ങൾ പറയാൻ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പൈസ തന്നതിന് പൈസ സംഭാവന ചെയ്യുമ്പോൾ അതിനുള്ള നന്ദിയായി. നിങ്ങളെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവല് നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി ചെയ്യലാണ്. അത് ഇവിടെ എന്നല്ല, എല്ലായിടത്തും. അല്ലെങ്കിൽ ആരോഗ്യത്തിന് നന്ദി ചെയ്തവരാവൂല. ഞാൻ പറയുന്ന വിഷമുണ്ടാവും. പക്ഷെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എന്റെ വണ്ടിയിലാണ് വന്നത്. കോഴിക്കോട്ട് അതിനകത്തൊന്നും ദൂരമില്ല. അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ ആരോഗ്യത്തിന് നന്ദി ചെയ്യല്, അള്ളാഹു പൊരുത്തമുള്ള സംഗതിയിലൊക്കെ ആ ആരോഗ്യം ചെലവഴിക്കുക. രണ്ടാമത്തത് സമ്പത്ത്, അള്ളാഹുവിന് പൊരുത്തമുള്ളതിലൊക്കെ ചെലവഴിക്കുക. ചില സ്ഥലത്ത് എന്തായാലും ഞാൻ ചോദിക്കുമ്പോഴേ മദ്രസ എങ്ങനെയാണ് നടന്നു പോണത്? അപ്പൊ പറയും ഒരു പെരയില് 100 ഉറുപ്പിക ഉണ്ട്. വലിയ സംഗതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ ഏറ്റവും അല്ലാഹുവിന് തൃപ്തിയുള്ളത് ദീനിന്റെ കാര്യത്തിൽ ചെലവഴിക്കലാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, പരലോകം എന്ന ജീവിതം ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കമ്പനി പറയാതെ മനുഷ്യൻ കൊടുക്കൂ. ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ തിരിയൽ എപ്പോഴാന്നറിയാം. നേരത്തെ ഉസ്താദ് ഏതോ ഒരു ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നമ്മളെ മക്കളൊക്കെ അങ്ങനെ ഇങ്ങനെ ഗോൾഡ് നമുക്ക് അതിൽ നിന്ന് ഇതാക്കണം. ഞാൻ പറയാൻ പോണത് ആയിരാക്കലല്ല, രോഗം വരാതെ എങ്ങനെ നോക്കാൻ കഴിയുന്ന. രോഗം വന്ന് ചികിത്സിക്കല്ലോ വേണ്ടത്. അല്ലെ? അങ്ങനെയല്ലേ? ഒന്നും ഉണ്ടാത്ത ഹബീബന്മാരെ, രോഗം വരാതെ നോക്കിയാൽ അത്രയും നല്ലത്. രോഗ പ്രതിരോധം അത് നമ്മൾ നടത്തിയാൽ നമ്മളെ മക്കൾക്ക് ഒന്നിക്കും പോകൂല. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സമ്പത്ത്, ആരോഗ്യം, മക്കൾ. മക്കളെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുക? എങ്ങനെ മക്കളെ? നിങ്ങൾ തന്നെ പറയും. നിങ്ങളെ ഉമ്മയും ബാപ്പയും നിങ്ങളെ അള്ളാഹുവിന് പൊരുത്തമുള്ളതിൽ ചെലവഴിക്കൽ എങ്ങനെയാണ്? നിസ്കരിക്കാം. പിന്നെ ഇവനാണ് സംഭവം കേട്ടോ. മക്കളെ നല്ലോണം വളർത്തുക. ഇതാണ് മക്കൾ എന്ന അനുഗ്രഹത്തിന് അള്ളാഹ് ചെയ്യുന്ന നന്ദി. നമ്മളെ വിഷയം ഇവിടുന്ന് തുടങ്ങുന്നു. ഒരു ചോദ്യം, മക്കൾ വളരുകയാണോ വേണ്ടത്, മക്കളെ വളർത്തുകയാണോ വേണ്ടത്? എന്താ വളരലും വളർത്തലും വ്യത്യാസമുണ്ടോ? وليس النبت ينبت في الجنان كمثل النبت ينبت في الفلاة. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ റോഡിന്റെ സൈഡിന് ചിലപ്പോ തക്കാളി തൈയൊക്കെ ഉണ്ടാവും. അതിന് 1, 2, 3 തക്കാളി ഉണ്ടാവും. അതവിടെ വളർന്നതാണ്.
എന്നാൽ നമ്മൾ വരണ്ട അടുത്ത് നമ്മൾ പരിചരിച്ച് ഉണ്ടാക്കുന്നത് തക്കാളി മരം നമ്മൾ വളർത്തുന്നതാണ്. എന്താ വ്യത്യാസം? പറയും അത് വളരുകയാണ്. പിന്നെ മറ്റതോ വളർത്തുക. എന്താ അത് രണ്ടും വളർന്നാലും വളർത്തിയാലും എന്താണ് വ്യത്യാസം? വെരി ഗുഡ്. വേറെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ? സ്വയം വളരുന്നത്. അതാണ് ഇപ്പൊ ഞാൻ പറയാ കവിതയിലുള്ളത്. തോട്ടങ്ങളിൽ വളരുന്ന ചെടികളല്ല, മരുഭൂമിയിൽ വളരുന്ന ചെടികളെ പോലെയല്ല. ഞാൻ നിങ്ങൾക്ക് നാടക ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ പച്ചക്കറി വാങ്ങി കൊണ്ടുപോയപ്പോ അതിന് ശേഷം കീടൊന്നൊരു വെണ്ടക്ക ഉണ്ടായിരുന്നു സങ്കല്പിക്കുക. നിങ്ങളത് അടുക്കളന്റെ ഭാഗത്തേക്ക് വെച്ചത് കുറച്ചു കഴിഞ്ഞാൽ അതിലുള്ള കുരു ഭൂമിയിലേക്ക് പോയി അതിൽ നിന്ന് ഒരു വെണ്ടക്കത്തൈ ഉണ്ടാവും, അതിൽ വെണ്ടക്ക ഉണ്ടാവും. പക്ഷേ എന്റെ വെണ്ടക്ക എങ്ങനെയായിരിക്കും എന്നറിയാം? ഒന്നുണ്ടാവും ഇങ്ങനെ, ഒന്നുണ്ടാവും ഇങ്ങനെ. ഉദ്ദേശിച്ച വെണ്ടക്ക കിട്ടില്ല. എന്നാൽ അതേ കീടെന്ന വെണ്ടക്ക നമ്മളതിന്റെ കുരു എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ശേഷം വെണ്ണീരൊക്കെ ആക്കിയിട്ട് പിന്നെ അടുക്കള ഭാഗത്ത് പോയിട്ട് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിലാണ് കുത്തിയിട്ട് തടൊക്കെ കെട്ടി പോന്നാൽ ഇതേ വെണ്ടക്ക കുരു അതിന് മുളച്ചുണ്ടാവും. ശേഷം വളമൊക്കെ കൊടുത്താൽ അതിങ്ങനെ വളർന്നു വരും. ഒരു വെണ്ടക്ക ഉണ്ടാവും നേരം മഷരിക്ക് നേരെ കണ്ടു, മറ്റത് മകരിക്കുന്നു. ഇങ്ങനെ നല്ല വെണ്ടക്കൈ ഉണ്ടാവും. ആദ്യത്തേത് വളർന്നതാണ്, രണ്ടാമത്തേത് വളർത്തിയതാണ്. നമ്മളെ മക്കളെ നമ്മൾ വളർത്തണം. അല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച മാതിരി നമ്മളെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികളുടെ പഠനത്തിൽ നമ്മൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ കുറച്ച് സമയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു, മക്കൾ വളരുകയല്ല വളർത്തുകയാണ് വേണ്ടത്. മക്കളെ വളർത്തുന്നതിന് ഒരു പേരുണ്ട്. എന്താ പറയാ? സാധാരണ ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്കൂളിൽ പോയേ മക്കളെ വളർത്തുന്നതിന് ഒരു പേരുണ്ട്. പാരന്റിങ് എന്നാണ് പറയാ. പാരന്റ്സ് കേട്ടിട്ടില്ലേ? പാരന്റിങ്, സന്താന പരിപാലനം. സന്താന പരിപാലനം 4 കോലത്തിലുണ്ട്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണോ? 4 വിധത്തിലുണ്ട് സന്താന പരിപാലനം, പാരന്റിങ്. ഇതിൽ 3ഉം അബദ്ധമാണ്, 1 നേരായതുള്ളൂ. അത് നമ്മൾ സ്വീകരിച്ചാൽ നിങ്ങളെ മക്കളെ കുറിച്ച് ഒരു ബേജാറുള്ള ആഗ്രഹമില്ല. പക്ഷെ ഇത് എപ്പോ തുടങ്ങണം? മക്കളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാ? ജനിച്ചത് മുതൽ. ജനിച്ച അവിടെ തന്നെ തുടങ്ങണം പാരന്റിങ്. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി കുട്ടികളെ ശ്രദ്ധിക്കേണ്ട പ്രായമാണ് 1.5 വയസ്സ് മുതൽ. എത്ര? 1.5 വയസ്സ് മുതൽ. ഈ കുട്ടികളുടെ കുട്ടികൾ നന്നാവുന്നതും കേടുവരുന്നതും ഈ പറഞ്ഞ 1.5, 2, 2.5, 3 വയസ്സാണെങ്കിൽ ഇടയിലാണ്. പക്ഷെ അത് കാണാൻ കഴിയാത്ത നന്നാവലും കാണാൻ കഴിയാത്ത കേടുവരുന്നു. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ സന്താന പരിപാലനം, പാരന്റിങ് നടത്തിയില്ലെങ്കിൽ ആ മക്കള് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. 4 തരം പാരന്റിങ് ഞാൻ ചുരുക്കി അതിന്റെ രൂപം ഒന്ന് പറയാം. നിങ്ങൾ തീരുമാനിച്ചോളി ഇതിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടത്. അതിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള പാരന്റിങ്ങിന്റെ പേര് ദുർബലമായ പാരന്റിങ്. ദുർബലം എന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലാത്ത പാരന്റിങ്. അതെങ്ങനെയാണ്? ആ പാരന്റിങ് നടത്തുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് അഥവാ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും നോ എന്ന വാക്ക് കേൾക്കൂല തീരെ. ഇത് മനസ്സിലാക്കുന്നുണ്ട? ഉമ്മയിൽ നിന്ന് എന്ത് കേൾക്കൂല? നോ എന്ന് കേൾക്കുന്നില്ല. അഥവാ
ഓന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എപ്പ വേണമെങ്കിലും വീട്ടിൽ വരാം, എപ്പ വേണമെങ്കിലും വീട്ടിൽ നിന്ന് പോവാം, എത്ര പൈസ ചോദിച്ചാലും എത്ര തവണ ചോദിച്ചാലും ആദ്യം കൊടുക്കും, മുമ്പിൽ കൊടുക്കും. ഇതാണ് ദുർബലമായ പാരന്റിങ്. എന്നാൽ ഇങ്ങനെ മക്കളെ വളർത്തിയാൽ ഉണ്ടാവുന്ന ദോഷം എന്താണ്? അതുകൂടി ഒന്ന് പറയാം. അടുത്ത കാലത്ത് നമ്മൾ അഫ്ഫാൻ തമ്മിൽ ഒരു കഥാപാത്രത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേൾക്കരുത്. തിരുവനന്തപുരം ഭാഗത്ത് ഞാനൊരിക്കൽ അവിടെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ നേതാവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ എന്നുള്ളവർക്ക് ആ പ്രദേശത്ത് പോയി അവനെ കുറിച്ചും അവന്റെ കുടുംബത്തെ കുറിച്ചും പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ആ കുട്ടിയെ ആ രൂപത്തിൽ എത്തിച്ചത് ആ കുട്ടിയുടെ ഉമ്മയാണ്. കാരണം ഇപ്പൊ അതിന്റെ പാരന്റിങ് അവർ നടത്തിയത് ഏത് മോൻ വീട്ടിൽ നിന്ന് നോന്ന് കേൾക്കൂല. വളരെ ദരിദ്രമായ കുടുംബമാണ് ഈ അപ്പാന്റത്. പക്ഷേ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഐഫോൺ വാങ്ങിയപ്പോ അവൻ വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് പറഞ്ഞു എനിക്ക് ഐഫോൺ വേണം, വാങ്ങിക്കൊടുത്തു. അവിടെ നോന്ന് പറയേണ്ടിയിരുന്നു. കൂട്ടത്തിലെ ഒന്ന് പറയട്ടെ, രക്ഷിതാക്കളായ നമ്മൾ കുട്ടികൾക്ക് വിവേകമുണ്ടായ കാലം മുതൽക്ക് തന്നെ എല്ലാ ഇല്ലായ്മയും വല്ലായ്മയും നമ്മുടെ കുട്ടികൾ അറിയണം, അവരെ അറിയിക്കണം. ചിലവര് പറയും പോയത്തക്കാര് ഞാനേ കഷ്ടപ്പെട്ട പറഞ്ഞത്, പക്ഷെ എന്റെ കുട്ടികളെ ഞാൻ ആ കഷ്ടപ്പാട് അറിയിക്കൂല. അന്നെക്കാളും വലിയ പോയത്തക്കാരന് പിന്നെ ആരോടോ ഉള്ളത്? കുട്ടികൾ താപ്പയുടെ ഉമ്മയുടെ കഷ്ടപ്പാട്, സാമ്പത്തിക ശേഷി കുറവ് അറിയണം. അത് ഓനെ വിളിച്ചിട്ട് ഓനോട് പറയണ്ട. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നിങ്ങൾ ഭാര്യയോട് പറഞ്ഞോളി, മറ്റോനെ അയ്യനായൊക്കെ കൊടുക്കാതെ മറ്റന്നാളല്ലേ ഓനെ തിരിച്ച് കേൾക്കുന്നുണ്ട്, ഉമ്മാനോടാ പറയണത്. ഈ കുട്ടി പിന്നെ അടുത്ത ആഴ്ച ടൂറ് പോകുമ്പോ പാപ്പനോട് പറയില്ല. മനസ്സിലാവുണ്ടോ? ഈ 50,000 മേലെ പിന്നെയും കടം വാങ്ങി കൊടുക്കുകയാണ്. കുട്ടി ഇതൊന്നും അറിയില്ല, എന്റെ ബാപ്പന്റെ ഇഷ്ടം മാറി പൈസ ഉണ്ടെന്ന് അവന്റെ വിചാരം. അപ്പൊ കുട്ടികളെ അവർക്ക് വിവേകം ഉണ്ടായ അവിടെ തൊട്ട് തന്നെ എല്ലാം അവരെ അറിയിക്കണം. ശരി. അപ്പോ ഈ കക്ഷി അപ്പാനി പിന്നെ അതിന് ശേഷം ബൈക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കണ എങ്ങനെയാണ്? അതെ, കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ്. കുട്ടികളോട് രണ്ട് സംഗതി. ഒന്ന്, നോ എന്ന് കുട്ടികളോട് പറയാൻ നമ്മൾ പഠിക്കണം. രണ്ടാമത്തത് ഉമ്മമാരെ ശ്രദ്ധിച്ചോളി, കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കണം. എന്താ കുട്ടികളെ എങ്ങനെ നോ പറയാൻ പഠിപ്പിക്കേണ്ടത്? നിങ്ങളുടെ ഒരു പെൺകുട്ടി 6 or 7 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വ്യക്തമായിട്ട് ഇരുത്തിയിട്ട് ക്ലാസ് കൊടുക്കണം. മോളെ, മോള് പെൺകുട്ടിയാണ്, മോളെ ശരീരത്തിൽ മറ്റുള്ളവർ തൊടാൻ പറ്റിയ സ്ഥലവും തൊടാൻ പറ്റാത്ത സ്ഥലവും ഉണ്ട്. ഗുഡ് ടച്ചും ഉണ്ട്, ബാഡ് ടച്ചും ഉണ്ട്. അത് തൊടാൻ പറ്റാത്ത ഏതൊക്കെയാണ് ഉമ്മ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും മോളെ ശരീരത്തിൽ തൊട്ടാൽ പിന്നെ മോൾ അവിടെ നിൽക്കരുത്, കരഞ്ഞിട്ട് അവിടുന്ന് ഓടണം. അത് പെൺകുട്ടികളെ മാത്രമല്ല, അപ്പൊ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ആൺകുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവേണ്ടല്ലോ. ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ നമ്മൾ പഠിപ്പിക്കണം. അപ്പോ നോ എന്ന് കുട്ടികളോട് പറയാൻ നമ്മൾ ആദ്യം പഠിക്കണം. രണ്ടാമത്തേത്, കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കണം. ഇതില്ലാത്ത കുട്ടികളാണ് ഞാൻ ഈ പറഞ്ഞ ദുർബലമായ പാരന്റിംഗിൽ. ഇനി അവസാനം ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അറിയോ? ഈ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് വെച്ചാൽ ഞാൻ അടക്കാ പറയണത്, രക്ഷിതാക്കൾക്ക് കിട്ടൂല. കാരണം അവര് ഈ പറഞ്ഞ ആർഭാടത്തിൽ ജീവിച്ച് മതിമറന്നങ്ങനെ പോയി. ഓന് കമ്പനി മറ്റതൊക്കെ വേറെയാണ്. ഓനെ പിന്നെ മുന്നിണ്ടാക്കും, ഓന്റെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കുട്ടിക്ക് മാസത്തിൽ 25,000 അയച്ചു തന്നിട്ടല്ലോ, പൈസ തരാനാ മക്കള്? അല്ല, പൈസക്കല്ല മക്കള്. ഞാൻ ചോദിക്കട്ടെ, ഒരു 75, 80, 85 വയസ്സൊക്കെ ആയ ആർക്കാ പൈസ വേണ്ടത്?
പൈസ വേണ്ട നമുക്ക് അവിടെ വേണ്ടൊരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വരേണ്ട ഉള്ളിൽ ഒരു കട്ടിലുമങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ മോൻ വരിക. മോൻ വന്നിട്ട് നേരെ പോയിട്ട് ഭാര്യനോട് വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക. കട്ടിലുമൊക്കെ എടുക്കണം. അമ്മ ചോദിക്കുക മരുവളോട്, ആരാടി അവിടെ വന്നത്? ഭാര്യ പറയാ, മരുവള് പറയാ, അത് മൂപ്പരായിരുന്നു. മനസ്സിലായോ? എന്നാൽ അവിടെ ഉമ്മക്ക് വേണ്ട ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? ആ കട്ടിലിന്റെ തക്കറൊന്ന് ചെന്നിരുന്ന് ഉമ്മാന്റെ കാതൊന്നും ഇങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ട്, ഉമ്മ 10,000 കോടി ഉറുപ്പിയക്ക് വില മതിക്കുക രക്ഷപ്പെടി. ഇത് ലോകത്തൊരാൾക്ക് കൊടുക്കാൻ കഴിയൂല. നിങ്ങൾ വയസ്സായി, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ പൈസ ആരെങ്കിലും പിരിച്ചു തരും. ഭക്ഷണം ഇല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയോ വേറെ സന്നദ്ധ സംഘടനകളോ നമ്മളെ പിന്നെ SYSന്റെ സാന്ത്വനം പോലെയുള്ള ആളുകളോ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും. വസ്ത്രം ഇല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് തരും. പക്ഷേ നിങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം എന്ന സാധനം ഒരാൾക്കും തരാൻ കഴിയില്ല, ഗവൺമെന്റിനും തരാൻ കഴിയില്ല. അതാണ് പലർക്കും നമുക്ക് കിട്ടേണ്ടത്. അത് ഈ പറഞ്ഞ ദുർബലമായ പാരന്റിങ് നടത്തിയാൽ കിട്ടൂല. ഇനി ഞാൻ നമ്മൾ നിർത്തുകയാണ്. രണ്ടാമതുള്ള ഒരു പാരന്റിങ് ഉണ്ട്. അതിന്റെ പേരാണ് അവഗണനാ പാരന്റിങ് എന്നാണ് അതിന്റെ പേര്. എന്താ? കുട്ടികളെ പാടെ അവഗണിച്ചുകൊണ്ട് വളർത്തുക. അതായത് മക്കളെ കാര്യം നോക്കാൻ ഉമ്മക്കും നേരില്ല, ബാപ്പക്കും നേരില്ല. അവരാണ്ട് വളരെ ഒരു പേര്. കാരണം ബാപ്പക്ക് ബാപ്പയുടേതായ തിരക്ക്, ബിസിനസ്, കച്ചവടം ഒക്കെ ഉണ്ടാവും. ഉമ്മക്ക് ഉമ്മയുടേതായ തിരക്കുണ്ടാവും. ഇപ്പത്തെ വലിയ തിരക്ക് വാട്സപ്പും യൂട്യൂബുകളും ഇതിനപ്പുറം പല തിരക്കൊന്നും. അഥവാ മക്കളെ ശ്രദ്ധിക്കാൻ നേരമില്ല, അവരുടെ വാക്കിന് ചെവി കൊടുക്കാൻ നേരമില്ല. ചെറിയ ഉദാഹരണം പറയാം. കുട്ടി, ചെറിയ പെൺകുട്ടി, LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി സ്കൂൾ വിട്ട് വരികയാണ്. ബസ് ഇറങ്ങിയിട്ട് ഉമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പൊ ഉമ്മ വൈകുന്നേരം മത്സ്യം മുറിക്കാതെ സങ്കല്പിച്ചോളി. ഈ കുട്ടി ആവേശത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് ഉമ്മന്റെ പുറത്തു കൂടെ അങ്ങോട്ട് വീണിട്ട് പറഞ്ഞു, ഉമ്മ ഉമ്മ ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. ഉമ്മ ഒരൊറ്റ നോട്ട. വീണ്ടും കുട്ടി പറഞ്ഞു, ഉമ്മ ഉമ്മ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഒരു പൂമ്പാറ്റ പാറി വന്ന്. ഉമ്മ ഈ കത്തി പിടിച്ച കൈകൊണ്ട് നെല്ലിൽ ഒരൊറ്റ കൊടുത്ത അതിന്റെ ഒരു പൂമ്പാറ്റ ഓടുന്നു. ഇനി ഇതേ കുട്ടി 5 കൊല്ലം കഴിഞ്ഞപ്പോ ഇതേ സ്കൂളിൽ നിന്ന് വിട്ടു വരികയാണ്. വീടിന്റെ കുറച്ചു പുറത്തെത്തിയപ്പോ ഏതോ ഒരു ചെറുപ്പക്കാരന് നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ലാത്ത സ്ഥലത്ത് തൊട്ടു എന്ന് സങ്കല്പിക്കുക. ഈ കുട്ടി ആ വിവരം ഉമ്മയോട് പറയില്ലേ? പറയൂല. എന്താ അമ്മനെ കാരണം? മുമ്പെല്ലാം പറയുന്നത് അന്നത്തെ കുട്ടിന്റെ വേദന കുട്ടി മറന്നിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ മറ്റേ പേരെന്താ? അപ്പോ മക്കൾ ചെറിയ, അതായത് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ തന്നെ നമ്മളെ മക്കളെ ചുണ്ടടങ്ങിയാൽ അതിന് ചെവി കൊടുക്കാൻ കഴിയാത്ത ഉമ്മി ബാപ്പി ഉണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾ വല്ലാതെ പ്രതീക്ഷിക്കണ്ട. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളലാന്ന് തോന്നും. ഞാൻ പറയുന്നത് രോഗം വരാതിരിക്കാനുള്ള മരുന്നാണ്. കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞ്. കാരണം മനുഷ്യരുടെ സ്വഭാവം, നിന്റെ സംസാരം കേൾക്കാൻ ആളില്ലെങ്കിൽ നിന്റെ സംസാരം കേൾക്കാൻ ആളുള്ളോടത്തേക്ക് ഞാൻ പോകും. മനസ്സിലായെങ്കിൽ അപ്പൊ നിന്റെ പരക്കാർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ നേരമില്ല, അത് കേൾക്കാൻ നേരമുള്ളോടത്തേക്ക് പോകും. അതാണ് നമ്മളെ ചില വീടുകളിലെ കുട്ടികൾ എപ്പോ നോക്കിയാലും അയലോകത്തെ പരീല ഉണ്ടാവും. എന്താ കാരണം? പരീല പിടിച്ച് ഒരു വട്ടം തുറന്നാൽ അമ്മ ഒന്ന് നോക്കും.
രണ്ടാമതും തുറന്നാല് മൂന്നാമത് തുറന്നാൽ പിന്നെ പറയണ്ട. ആരാ കറണ്ടിന്റെ പൈസ കൊടുക്കുക എന്ന് വെച്ചിട്ട് ഇതേ കുട്ടി തൊട്ട് അടുത്ത വീട്ടിലെ നബി സദാക്കാന്റെ പെരയിൽ ചെന്നാല് ഓനെ കാണുമ്പോഴേക്കന്നെ നബി സദാത്ത പറയും, അൻവറെ ഫ്രിഡ്ജിന്റെ മൂന്നാമത്തെ തട്ടിലുണ്ട് സിപ്പത്ത്, അത് എടുക്കട്ടാ. 8 വട്ടം ഫ്രിഡ്ജ് തുറന്നാലും നബി സദാത്ത ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞത് നാടൻ ഭാഷയിലാണ്. ഞാൻ ചോദിക്കട്ടെ ഹബീബന്മാരെ, നിങ്ങളെ കുട്ടി ഒരു ദിവസം 25 വട്ടം ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് അടച്ചാൽ എത്രയാ കറണ്ടിന്റെ പൈസ വരിക? ഞാൻ ഫസ്റ്റ് ഹദീസ് ഓതി, ഇന്ന ഫിൽ ജന്നതി ദാറൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഇന്ന ഫിൽ ജന്നതി ദാറൻ, നിശ്ചയം സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്, യുഖാലു ലഹാ, ആ വീടിന്റെ പേര് ദാറുൽ ഫറഹ്. ദാറുൽ ഫറഹ് എന്നാണ് ആ വീടിന്റെ പേര്. ദ ഹൗസ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ വീട്. സ്വർഗം തന്നെ സന്തോഷത്തിന്റെ വീടല്ലേ? അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു വീടുണ്ട്, അതിന്റെ പേര് സന്തോഷത്തിന്റെ വീട് എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യദ്ഖുലുഹാ, ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല, ഇല്ലാ മൻ ഫറഹസ്സിബിയാൻ, കുട്ടികളെ സന്തോഷിപ്പിച്ചവരല്ലാതെ. ഇത് രക്ഷിതാക്കൾക്കും ബാധകമാണ്, ഉസ്താദുമാർക്കും ബാധകമാണ്. കുട്ടികളെ സന്തോഷിപ്പിച്ചു, അത് മാത്രം ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വല്ല മുടക്കുണ്ടോ? അവനാന്റെ സ്വന്തം മക്കളെ സന്തോഷിപ്പിക്കുക, ഓർക്ക് ഇഷ്ടമുള്ളത് പറയാം, ഓരോ കൂടെ കുറച്ചു നേരം കളിക്കുക, അങ്ങനത്തെ സ്വർഗം ഉണ്ട് എന്നാ പറഞ്ഞത്. അല്ലാഹു തആല കാരുണ്യവാനല്ലേ? ഒരടിമയെ എങ്ങനെയെങ്കിലും സ്വർഗത്തേക്ക് അങ്ങോട്ട് തട്ടാനാണ് അള്ളാഹ് നോക്കുന്നത്. നമ്മളൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയി തന്ന്, എന്റെ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് എത്തുന്നതിന് മുമ്പ് വേറെ കുറെ മദ്രസ പഠിക്കുന്ന കുട്ടികളെ വീടുണ്ട്. ഒരു ദിവസം ചുരുങ്ങിയത് 5 പരിയിലെങ്കിലും കേൾക്കും, അബ്ദുൽ കരീമേ ഒന്നും കേട്ട് വാടാ തന്നെ കൊണ്ടേക്കോ. അപ്പൊ എന്താ, കുട്ടികളുണ്ടാവും, ഞാൻ പോവില്ല വീട്ടിൽ മദ്രസ, ഉമ്മ തട്ടു. അപ്പൊ പിന്നെ പറയും ഞാൻ പോവില്ല. അപ്പൊ ഞാൻ ചെന്ന് നല്ല സോപ്പിട്ട് അന്ന് മദ്രസക്ക് പോകാന്ന് പറഞ്ഞതേ അങ്ങനത്തെ അത് എന്താ പേര് പറയാ, കഷായം കുടിക്കാന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്നിട്ട് രസകരമായ ഒരു സംഭവം, ഒരിക്കലേ ഒരാള് ഒരാടിന്റെ കൗത്തിൽ കയറിട്ടിട്ട് അതിനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അത് അരിയില് കത്തിയൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിന്റെ ബാപ്പന്റെ കൂടെ ഇങ്ങനെ നടന്നു പോവാ. കുട്ടി ഇത് കണ്ടു. കുട്ടി ചോദിച്ചു ബാപ്പനോട്, ബാപ്പേ ആ ആടിനെ എവിടുക്കാ കൊണ്ടുപോണത്? അപ്പൊ ബാപ്പ പറഞ്ഞു, മോനെ അതിനെ അറക്കാൻ കൊണ്ടുപോവാണ് എന്ന്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഔ ഞാൻ വിചാരിച്ച അതിനെ മദ്രസക്ക് കൊണ്ടുപോവാണ്. എങ്ങനെയുണ്ട്? അറക്കാൻ കൊണ്ടുപോകാനൊരു വിഷയമല്ല കുട്ടിക്ക്, അതിലേറെ ഗൗരവമാണെന്ന് മദ്രസ. പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി. പ്രത്യേകിച്ച് നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ, നമ്മളെ സിലബസ്, ഞാൻ ഉമ്മമാരോട് ചോദിച്ചാൽ ഇപ്പൊ പോകും, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട്? നിങ്ങളെന്നെ സ്വയം ചിന്തിച്ചാൽ. എന്റെ കുട്ടി പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ എന്റെ കുട്ടി മദ്രസയിൽ എത്ര പുസ്തകം പഠിക്കുന്നുണ്ട് അവന്റെ ഉമ്മാക്ക് അറിയാം? അവന്റെ ഉമ്മക്ക് അറിയാം? ഭയങ്കര സംഭവമാണ്. അള്ളാഹുത്തല അങ്ങനെ ആക്കി തരട്ടെ. അപ്പോ രണ്ടാമത് ഞാൻ പറഞ്ഞത്, ആദ്യമായി പറഞ്ഞത് ദുർബലമായ പാരന്റിംഗ് ആണെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് അവഗണന പാരന്റിംഗ് ആണ്. അഥവാ കുട്ടികളുടെ കാര്യം നോക്കാനും അവരെ ശ്രദ്ധിക്കാനും, അവര് മദ്രസയും സ്കൂളും കഴിഞ്ഞ് വന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാനും, അവരെ കൂടെ ഇരുന്ന് അവരെ ഒന്ന് പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യം രക്ഷിതാക്കൾക്കില്ല. അങ്ങനെയുള്ള കുട്ടികള്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കാനില്ലാതെ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്നവർ പുറത്തുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് പോകും. ഉദാഹരണം കേൾക്കുന്നുണ്ടാവും, പറഞ്ഞിട്ട് അവർക്ക് കേൾക്കുന്നുണ്ടാവും. ഉദാഹരണം, ഒരു 10-14 വയസ്സായ പെൺകുട്ടി സങ്കല്പിക്കും,
എനിക്കറിയാം, ഞാൻ മൈക്കോപ്പറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റോഡ് സൈഡിൽ ഒരാൾ ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ആ ചെറുപ്പക്കാരി കുട്ടിയോട് ചോദിക്കുന്നത്, എന്താ മോളെ വന്നല്ലോ? ഈ കുട്ടിയെല്ലാം അയാളോട് തുറന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ വാക്കിന് ചെവി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. തയ്യാറായില്ലെങ്കിൽ അവരെ വാക്ക് കേൾക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകും. ഇനി മൂന്നാമത്തെ പാരന്റിംഗ് എന്ന് പറഞ്ഞതാണ് കുറച്ചും കൂടെ ഗൗരവമുള്ളത്. ഏകാധിപത്യ പാരന്റിംഗ് എന്ന അതിന്റെ പേര്. പട്ടാളച്ചിട്ടയിൽ മക്കളെ വളർത്തുക. ഇതും ഒരു കാര്യമില്ല. ഗുണത്തിലേറെ ദോഷമാണ് ഈ പാരന്റിംഗ് കൊണ്ടുണ്ടാവുക. കുട്ടികൾക്ക് തിരിയാനും അറിയാനും വയ്യ. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ച ഹിറ്റ്ലറുടെ ജീവചരിത്രത്തിൽ ഹിറ്റ്ലർ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ഹിറ്റ്ലർ ആയത് അതിന് കാരണക്കാരൻ എന്റെ അച്ഛനാണ്. എന്താ കാരണം? അച്ഛന് മകൻ ഇന്ന രൂപത്തിലാവണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെതിരായി ഈ മകൻ ഒരു ചിത്രകാരനായിട്ട് മാറാനാണ് ഉദ്ദേശിച്ചത്. അതിന്റെ പേരിൽ പലതവണ ഈ കുട്ടിയെ അടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഹിറ്റ്ലർ എന്ന മനുഷ്യൻ ഉണ്ടായത്. അപ്പൊ പട്ടാളച്ചിട്ട ഒരിക്കലും മക്കളുടെ പാരന്റിംഗിൽ നമുക്ക് നല്ലതല്ല, അഭികാമ്യമല്ല. അത് ഒഴിവാക്കും. ഇനി അവസാനമായി മാതൃകാപരമായ ഒരു പാരന്റിംഗ് ഉണ്ട്. അതേ നമുക്ക് ചെയ്യാവൂ. അത് ചെയ്താലേ നമ്മളെ മക്കളെ ഉദ്ദേശിച്ച പോലത്തിൽ വരുള്ളൂ. ചില ആളുകളുണ്ട്, മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്താലാണ് മക്കളെ സ്നേഹിക്കുക. അല്ല, മക്കൾക്ക് ഒന്നും കൊടുക്കാതിരുന്നാലാണ് മക്കൾ നന്നാവുക. അതും ശരിയല്ല. പക്ഷികളെ പിടിക്കുന്നത് പോലെ പണത്തെ പിടിക്കണം എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നത് പക്ഷികളെ പിടിക്കുന്ന പോലെയാണ്. നമ്മളെ കയ്യിൽ പണം വന്നാൽ അത് മുറുക്കി പിടിക്കരുത്, ചത്തുപോകും പക്ഷി. എന്നാൽ പണം വന്നാൽ അതിങ്ങനെ തുറന്നു വെക്കും ചെയ്യരുത്, പക്ഷി മാറിപ്പോകും. അപ്പൊ എന്ത് ചെയ്യണം? പക്ഷി ചാവാതെ പക്ഷി പറന്നു പോവാതെ, പക്ഷി ചാവാതെ നോക്കണം. ഇതുപോലെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്. കർശനമായത് വേണ്ട, കയറി വിടുകയും വേണ്ട. അതുകൊണ്ടാണ് നാലാമത്തെ പാരന്റിങ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് 3 കാര്യമാണ് താല്പര്യമുള്ളത്. ഇതായിരിക്കണം മക്കൾക്ക് 3 ഒന്ന്, മക്കൾക്ക് ആവശ്യം നീഡ്സ് എന്നുള്ള സംഗതിയുടെ ആവശ്യങ്ങൾ. രണ്ടാമത്തേത് വാണ്ട്സ് ഉണ്ട്, ആഗ്രഹങ്ങൾ. മൂന്നാമത്തേത് ഗ്രീഡ്സ് ഉണ്ട്, അത്യാഗ്രഹങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ മക്കൾക്ക് ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് ഒരു കുട്ടി പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത്? അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതിന് ആവശ്യങ്ങൾ എന്താണ് എന്നറിയണം. ഭക്ഷണം ഇത് മക്കൾക്ക് ആവശ്യമുള്ളതാണ്, അത് 100% കൊടുക്കണം. രണ്ടാമത്തേത് കുട്ടികളുടെ ആഗ്രഹങ്ങളാണ്. ഉദാഹരണം ഐസ്ക്രീം, ഇത് ആവശ്യമല്ല, കുട്ടികളുടെ ആഗ്രഹമാണ്. അത് 25% പരിഗണിക്കേണ്ടതുള്ളൂ, 75% തള്ളണം. ഇനി അവസാനമായി പറഞ്ഞ ഗ്രീഡ്സ് ഉണ്ട്, അത്യാഗ്രഹങ്ങൾ, 1% പോലും പരിഗണിക്കരുത്. എന്റെ ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിക്ക് അതുണ്ട് എന്ന് പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ അതിന് വഴങ്ങി കൊടുക്കാൻ പാടില്ല. 1 തവണ വഴങ്ങി കൊടുത്താൽ അതോടെ നിങ്ങളെ കുട്ടി വീട് പോകുന്നത് മനസ്സിലാക്കിയാൽ മതി. എന്താ ഉണ്ടാവുക? കുറച്ചു മുമ്പ് പിന്നെ നെറ്റിലൊരു വിഷയം വന്നിരുന്നു. അമേരിക്കയിൽ ഒരമ്മയും ചെറിയൊരു കുഞ്ഞും. കുഞ്ഞ് ഷോപ്പിംഗ് മാളിലെ ഷോപ്പിൽ എന്തോ ഒരു സാധനം കണ്ടിട്ട് കരയണം. അമ്മ ഭാഗ്യം തരൂല. കുട്ടി കരച്ചിലോട് കരച്ചില്. അമ്മ കുട്ടീനെ അവിടെ വെച്ച് നേരെ പോയി ബോഡി വാഷ് എടുത്ത് കയറി വിട്ടു. അവസാനം കുട്ടി കുറെ കരഞ്ഞ് തളർന്ന് കരച്ചിലാണ്.
അപ്പൊ പോലീസുകാർ അന്വേഷിച്ചു ചെയ്തു. അന്വേഷിച്ച് നോക്കുമ്പോ അങ്ങനെ അവസാനം വരുന്ന അത് കൊടുത്ത് ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന് നമുക്ക് കഴിയണം. അതെപ്പോ ചെയ്യണം? തുടക്കത്തിൽ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ 1.5 വയസ്സ് 2 വയസ്സ് ചെയ്യണം. ഇപ്പൊ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്ന ശീലം വഴി ഇല്ലേ? പരാതിയുണ്ടോ രക്ഷിതാക്കൾക്ക്? ഇവിടെ ഉണ്ടോ? എന്നാൽ ഇത് എവിടുന്ന് തുടങ്ങണം? 2 വയസ്സാകുമ്പോ തുടങ്ങണം. നമ്മൾ ചെയ്യുന്നത് നേരെ ഉൾട്ടയാണ്. 2 വയസ്സായ കുട്ടി ഭക്ഷണം കഴിക്കാതെ അപ്പം കൊടുക്കും. ഒരു വീഡിയോ ഓണാക്കി കുട്ടിന്റെ കയ്യിൽ കുട്ടി നന്നാക്കി ചോറുന്നു. അടുത്ത തവണ കുട്ടി ചോറ് തിന്നണമെങ്കിൽ ഈ വീഡിയോ കാണണം. അപ്പൊ അത് 2 വയസ്സിൽ തന്നെ കുട്ടിക്ക് കൊടുക്കാതെ ശീലാക്കിയ ഒരു പ്രശ്നമില്ല. എന്റെ പരിയില് ഇത്രയും കാലമായിട്ട് TV എന്ന് പറഞ്ഞ സാധനമില്ല. TV ഇപ്പൊ പിന്നെ മൊബൈൽ വന്നതുകൊണ്ട് നോക്ക. അതിന്റെ മുമ്പുമില്ല. എന്റെ അമ്മ ഒരിക്കൽ പറഞ്ഞതാണ്, മറുപടി ചോദിച്ചു, ഞാൻ TV ആവട്ടെ. പഠിച്ചോനെ മോനെ നമ്മളെ പരിയിൽ അത് വേണ്ട. അതന്നെ എന്നിട്ട് എനിക്ക് എന്തിയാ പറ്റിയത്? എന്റെ മക്കൾക്ക് എന്തിയാ പറ്റിയത്? ഒന്നും പറ്റിയില്ല. നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെയാണ് നമ്മുടെ മക്കൾ തരിക. അപ്പൊ കുട്ടികളുടെ ആവശ്യങ്ങൾ 100% പരിഗണിക്കണം. ആഗ്രഹങ്ങൾ 25% പരിഗണിക്കണം. അത്യാഗ്രഹങ്ങൾ 1% പോലും പരിഗണിക്കരുത്. അത് ശീലമായിരിക്കും. ഇതില് കണ്ടിട്ടൊന്നും കേട്ടോ, മക്കൾ നന്നാവാൻ വേണ്ടിയാണ്. പോട്ടെ, ഈ കുട്ടികള് വാശി പിടിച്ചിട്ടാണ് മൊബൈൽ കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞേക്കാം. ഈ വാശിന്റെ ഉള്ളൂ, അതിന്റെ അങ്ങേപ്പുറം വേറൊന്നുമില്ല. പഴയ കാലത്തെ കുട്ടികൾക്കൊക്കെ IQ കുറവായിരുന്നു. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ക്വോഷ്യന്റ്, വൈജ്ഞാനിക ബുദ്ധി, പഠിക്കാനുള്ള ബുദ്ധി അത് കുറവായിരുന്നു. ഞാനൊക്കെ പഠിച്ചെന്റെ പ്രായമുള്ള ആളുകൾക്ക് അറിയാം, അന്നൊക്കെ പഠന നിലവാരം കുട്ടികളോട് കുറവായിരുന്നു. IQ കുറവാണ്. പക്ഷേ അന്നത്തെ കുട്ടികൾക്ക് എമ്പാടും ഉണ്ടായിരുന്ന ഒരു ക്വോഷ്യന്റ് ഉണ്ട്. അത് EQ ആണ്, ഇമോഷണൽ ക്വോഷ്യന്റ്, അഥവാ വികാരങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധി. സ്വന്തം വികാരം തിരിച്ചറിയാം, ഉമ്മന്റെ വികാരം തിരിച്ചറിയാം, സ്നേഹിതന്മാരുടെ വികാരം തിരിച്ചറിയാം. ഇന്ന് നേരെ മാറിയിട്ട് കുട്ടികൾക്ക് IQ നല്ലോണം. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സാമ്പിൾ കാണിച്ചു തരും. അത്യാവശ്യം വിവരമുള്ള കുട്ടികളാണ്, അന്ന ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, IQ കൂടുതലും EQ കുറവുമായ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലാവില്ല? അപ്പൊ ഇന്റലിജൻസ് ക്വോഷ്യന്റ് പഴയ കാലത്ത് കുറവാണെങ്കിലും അന്ന് EQ ഉണ്ടായിരുന്ന ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാവും. അന്ന് ഞാൻ പഠനത്തിൽ മോശമാണെങ്കിലും എന്റെ ഉമ്മ ഞാൻ എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ ചെയ്താൽ ചിലപ്പോൾ എന്റെ ചീത്ത പറയും, ചിലപ്പോൾ അടിക്കും ചെയ്യും. അടിച്ചാൽ ഞാൻ കരയും. വരുന്ന ഒരു മൂലക്ക് ഇരുന്നിട്ട് കരയും നന്നാക്കി. അങ്ങനെ രാത്രി ഭക്ഷണത്തിന്റെ സമയമാവുമ്പോ ഉമ്മ വന്ന് വിളിക്കും, മോനെ വാ ചോറുന്ന. ഞാൻ വരൂല എന്നാണ് ആദ്യം. ഉമ്മ വീണ്ടും വിളിച്ചു, അപ്പോഴും പറയും ഞാൻ വരൂല. ഉമ്മ വന്നിട്ട് പുറത്തൊക്കെ ഒന്ന് കഴിഞ്ഞ്, എന്റെ മോനല്ലേ, പൊന്നാര മോനല്ലേ, ഉമ്മക്ക് ഇജ്ജല്ലാതെ ആരാളുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മന്റെ വികാരം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ മെല്ലെ എണീച്ചിട്ട് ഉമ്മന്റെ മുഖത്തൊക്കൊന്നും നോക്കൂല, താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് അടുക്കളയിൽ പോയി അവിടെ ഇരുന്നിട്ട് ചോറാക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കുട്ടികൾ സ്വന്തം വരിയിൽ നിന്ന് നോക്കിയാൽ മതി. ഈ പ്രായമുള്ള കുട്ടിനെ വിളിച്ചിട്ട് അരമണിക്കൂർ ചീത്ത പറഞ്ഞു നോക്കി. ആ 30 മിനിറ്റ് നിങ്ങളെ കണ്ണിക്ക് നോക്കിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. മോനും നിൽക്കും, ഓടുന്നു. 31ാമത്തെ മിനിറ്റിന് കഴിഞ്ഞോ? ഇതിന്റെ കുറവാ. ഞാൻ പറഞ്ഞ ഇമോഷണൽ ക്വോഷ്യന്റ് ഇല്ല നമ്മളെ മക്കൾക്ക്. ഈ മക്കളെ വഴി പിഴപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായങ്ങൾക്ക്? വരുംബരായിക തിരിച്ചറിയാനുള്ള കഴിവറ്റങ്ങൾക്കില്ല. ഇവരെ വേണമെങ്കിൽ വളരെ പെട്ടെന്ന് മറ്റേ സാധനത്തിന്റെ കാരിയറാക്കാം.
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനാക്കാന്നല്ല പറഞ്ഞത്, അതിന്റെ കാരിയറ. കാരണം വരുമ്പരായികയെ കുറിച്ചുള്ള ചിന്തിക്കാതെ കഴിവ് കുട്ടിക്കില്ല. അതാണ് 10ഉം 12ഉം വയസ്സുള്ള കുട്ടികള് ഇതിന്റെ കാരിയർമാരായി മാറുന്നത്. കാരണം അത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലേ ഒന്നും പറയില്ല, അത് എല്ലാ കുട്ടികളും മനസ്സിലാക്കും. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ മക്കളെ ആധികാരിക പേരന്റിങ് മാത്രമാണ് നമ്മൾ നടത്തേണ്ടത്. അതിന്റെ ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാന്, ആധികാരിക പേരന്റിങ് എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും കുറച്ച് പോയിന്റുകൾ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ആധികാരിക പേരന്റിങ് ആയി, മക്കൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഒന്ന്, ഉമ്മയും ബാപ്പയും റോൾ മോഡൽ ആവണം. ശ്രദ്ധിക്കണേ, മാതൃകയാവണം ഉമ്മയും ബാപ്പയും. മക്കൾ മൊബൈൽ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പരാതി പറയുന്ന ഉമ്മയും ബാപ്പയും സദാസമയവും ഇതിൽ നെറ്റിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന മക്കളാണ്. ഏതുപോലെ കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത് കള്ളിന്റെ ഗ്ലാസ് കയ്യിൽ പിടിച്ചിട്ടാണ്. എങ്ങനെയാ മക്കൾ അനുസരിക്കുക? അപ്പൊ അതിന് ഒരൊറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. ഉമ്മമാര് ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും മക്കൾ കാണുന്ന രൂപത്തിൽ ഈ പറഞ്ഞ മൊബൈലിലെ ഫോൺ അറ്റൻഡ് ചെയ്യലും വാട്സപ്പിലുള്ള സംസാരവും അല്ലാത്തതൊന്നും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിനുള്ളിൽ പോയിട്ട് ഉപയോഗിച്ചോളി. രാത്രി സമയത്ത് സമയമുണ്ടല്ലോ ഇഷ്ടമാതിരി. മക്കളുടെ മുമ്പിൽ വെച്ച് അത് ഉപയോഗിക്കരുത്. ഉപയോഗിക്കാതെ